ഹലോ ഹലോ സിറ്റി ഹലോ ഡൂബി ഹലോ ഡൂബി ഹലോ എന്നാ ഹലോ മാത്രമേ ഉള്ളൂ. ഹലോ എന്താ മണി? വാട്ട്സ് അവർ പ്ലാൻ ടുഡേ? ഇവിടെ മൊത്തം നശിപ്പിച്ചിട്ടേക്കുക, എന്നെ ക്ലീനിങ്ങിന് ഇട്ടേക്കാണ്, എല്ലാ റൂമും നശിപ്പിച്ചിട്ടേക്കുക. ഇസൂട്ടി അവിടെ വളരെ തന്നെ നശിപ്പിച്ചു. ഇസൂട്ടി ആ കൂട് മൊത്തം നശിപ്പിച്ചിട്ടേക്കാണ്. സിറ്റിയുടെ കൂട്, സിറ്റിയുടെ വീട്. അപ്പം ഇനി ഞങ്ങള് ഇന്നിപ്പോൾ വീക്കെൻഡാ, നാളെ തൊട്ട് വേറെ ജോലിയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് കുറച്ച് അലമ്പായിട്ട് കിടക്കുക. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെന്നും എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് കാണിച്ചു തരും. ഡെന്ന് ഫുള്ള് ഇരുന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം. അയ്യാടാ മോനെ, ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ട് നടക്കും, മോനെ ക്ലീൻ ചെയ്യും. നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഒരു സാധനമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. മറ്റേ വലിയ സാധനം, അത് വെച്ചിട്ടുള്ള ക്ലീനിങ് കാണിച്ചു തരാം. എന്താ എനർജി ഇല്ലാത്തത് നിങ്ങൾ ചോദിക്കണ്ടാവും. ഞാൻ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് കളി തോറ്റിട്ട് വന്നിരിക്കുന്നു. തോറ്റിട്ട് വന്നിരിക്കുന്നത് നിന്റെ മോൻ കൊടുത്ത എനർജി ആക്കി ഇനിയിപ്പോ ക്ലീനിങ് ചെയ്യാൻ പോവാണ്. ഇതിനെ കുളിപ്പിക്കണോ? അതിനെ കുളിപ്പിക്കാൻ സമയമുണ്ടോ? നോക്കാം. ക്ലീനിങ് എങ്ങനെ പോകുന്നത് നോക്കാം, എന്നിട്ട് ചെയ്യാം. കൊടുത്ത എനർജി ആക്കി. ഇവിടെ ഒരു പോർട്ടബിൾ വാക്യൂം ക്ലീനർ ഉണ്ട്, പക്ഷെ അതിന്റെ ചാർജർ ഇപ്പോൾ എന്തോ പ്രശ്നം പറ്റി. ഇനിയിപ്പോൾ അത് പുതിയ ഓർഡർ ചെയ്യണം. ഇവിടെ ഒരു പോർട്ടബിൾ വാക്യൂം നല്ല സാധനമാണ്, ഭയങ്കര സുഖമായിരുന്നു. അത് ഉണ്ടായിരുന്നപ്പോൾ അത് വയർലെസ് ആയിരുന്നു. അത് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ചുമ്മാ മോനും ഇല്ലെങ്കിലും എനിക്ക് ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇസുവിനെ പുറത്തിറക്കി വിടാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് ചീത്തയായതിനു ശേഷം ഞാൻ പിന്നെ അടിച്ചു വരാറേ ഉള്ളൂ. പക്ഷേ മറ്റേ സാധനം എടുത്ത് വൃത്തിയാക്കുമ്പോഴാണ് ശരിക്കും ഇവിടെ വൃത്തിയാവുന്നത്, എല്ലാ മുക്കും മൂലയും എല്ലാം ഇതാവുന്നത്. അപ്പോൾ അത് ചീത്തയായതിനു ശേഷം ഞാൻ പിന്നെ അപ്പോൾ അത് കാരണം ഞാൻ സാധാരണ ചൂലെടുത്തങ്ങ് അടിക്കാറാ പതിവ്. മോനും ഉള്ളപ്പം ഞാൻ മോനിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അപ്പോൾ അത് കാരണം ഞാനൊന്നുമില്ല. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടക്കലും തൂക്കലുണ്ട്. അപ്പം അത് ചെയ്തതിന് ശേഷം ഒരാൾ പോയിരിക്കണോ കൂട്ടുകാരി അകത്ത്, കൂട്ടുകാരി പുറത്ത്. അവര് ഭയങ്കര കളിയാട്ടോ. പക്ഷെ രൂപി കളി എനർജറ്റിക് ആകുമ്പോൾ ഭയങ്കര കുരയായിരിക്കും. അതേ ഉള്ളു സഹിക്കാൻ പറ്റാതെ. ബാക്കിയൊക്കെ സെറ്റാ. പക്ഷെ അവക്കത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവള് പേടിക്കത്തൊന്നുമില്ല. എനിക്കാണ് പ്രശ്നം. അപ്പം ഞങ്ങൾ എന്തായാലും വലിച്ചു കിട്ടുന്നില്ല, ക്ലീനിങ് ആണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ, നമ്മൾ മൊത്തം നമുക്ക് എല്ലാവർക്കും കൂടെ വീട് വൃത്തിയാക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് ബാക്കി വീഡിയോസ് ഒക്കെ പോയി കാണുക, ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ കുറെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ഇതൊന്നും വിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാൻ, ജോലി, റെസ്യൂമേ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ഞങ്ങളെ ജസ്റ്റ് പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അറിയാം. എനിക്ക് കുറെ പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, ഇങ്ങോട്ട് വരാതിരിക്കുന്നവർ, ഓൾറെഡി വന്നവർ ഒക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം റിപ്ലൈ തരുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഫുള്ള് കാണണം, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് ഇഷ്ടപ്പെട്ട വീഡിയോസ് എല്ലാം കാണണമെന്ന് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോയിലോട്ടല്ല, ക്ലീനിങ്ങിലേക്ക് നടന്നോളൂ. കാർത്തിയാനിയമ്മ നടന്നോളൂ. ഇന്നലെ ഞങ്ങൾ കറങ്ങാൻ പോയി. അപ്പോൾ സമയമില്ലായിരുന്നു. ഇന്നലെ ഞങ്ങൾ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ. പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് എന്നാൽ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയത് ഒരു ടർക്കി പോലും എടുക്കാണ്ട ബീച്ചിൽ പോയത്. സ്ഥലത്തിന്റെ പേര് ടർക്കി പോയിന്റ് ആണ്. ടർക്കി പോയിന്റിൽ ഒരു ടർക്കി പോലും എടുക്കാണ്ട് ഞങ്ങൾ പോയി. പക്ഷെ നല്ല സ്ഥലമായിരുന്നു, ക്രൗഡഡ് അല്ല. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം അവിടെ പോയിട്ട് ജെറ്റ് സ്കീ ഒക്കെ ചെയ്തു. അടിപൊളി സ്ഥലം. ജെറ്റ് സ്കീ ഒക്കെ ഞാനും സിബിനും അപ്പൊ അതിന്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്തേക്കാം, ജസ്റ്റ് സ്ഥലമൊക്കെ. ശരിയാ, അതെ. ഞാൻ പോയില്ലായിരുന്നു, എനിക്കന്ന് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവരുടെ ബോയ്സ് ട്രിപ്പ് ആയിരുന്നു. അപ്പൊ മോനും ആദ്യം പോയി ചെയ്തിട്ട് എന്നെയും കൊണ്ട് പോവാന്നുള്ള ഇതായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ വലിയ താല്പര്യമില്ല, എനിക്ക് വെള്ളം പേടിയാണ്. നല്ല രസമാണ്, അടിപൊളിയാണ്. ചെയ്തിട്ടുള്ളവരൊക്കെ ജസ്റ്റ് കമന്റ് അടിക്കും. എനിക്ക് പേടിയാണ്, അതായത് മുട്ടിന്റെ താഴെ വെള്ളത്തിൽ ജസ്റ്റ് തല നോക്കാൻ പറഞ്ഞാൽ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. എന്നെ ആരായിട്ട് കൊല്ലും. മറ്റേ വാട്ടർ തീം പാർക്കിലൊക്കെ ചെന്നിട്ട് നമ്മൾ പെട്ടെന്ന് റൈഡിൽ വന്നിട്ട് നമ്മൾ മുങ്ങിപ്പോയില്ലേ, അപ്പൊ ഞാനിങ്ങനെ സ്വർഗ്ഗമൊക്കെ കാണുമ്പോൾ എന്താ ഞാൻ മരിച്ചു പോയ പോലെ ഫീൽ. കുളിക്കണ കാര്യം പറയുമ്പോഴും വെള്ളത്തിന്റെ ഒരു പേടി, കുളിക്കുന്ന കാര്യം അങ്ങനെയല്ല. എനിക്ക് കടലിനെ മാത്രമേ പേടിയുള്ളൂ. കടലിൽ ഇങ്ങനെ കൂടിക്കിടക്കും, ആഴമുള്ള ഇതിനെ മാത്രം. നമ്മൾ പോയത് കടലല്ലല്ലോ, സിംഗിങ് ബീച്ച് അവസാനം മുട്ടിന്റെ താഴെ അല്ല, ആഴമുള്ളത്. എനിക്ക് മുങ്ങി പോകാൻ പേടിയാ. നമ്മൾ കുളിക്കുമ്പോ മുങ്ങി ഒന്നും അത്രേ ഉള്ളൂ. ശരി, എന്നാൽ ഞാൻ ക്ലീൻ ചെയ്യാം. നമ്മൾ ക്ലീനിങ്ങിൽ കാണിച്ചു തരാം. ആദ്യം ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ കാണിച്ചു തരാം, പിന്നെ ക്ലീൻ ചെയ്തിട്ടുള്ള അവസ്ഥ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ
അതിന്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്തേക്കാം, ജസ്റ്റ് സ്ഥലമൊക്കെ. ആ ശരി, അതെ ഞാൻ പോയില്ലായിരുന്നു, എനിക്കന്ന് ജോലി ഉണ്ടായിരുന്നു. അപ്പം അന്ന് അവരുടെ ബോയ്സ് ട്രിപ്പ് ആയിരുന്നു. അപ്പം മോനും ആദ്യം പോയി ചെയ്തിട്ട് എന്നെയും കൊണ്ട് പോകാം എന്നുള്ള ഇതായിരുന്നു. പക്ഷെ എനിക്കതിൽ വലിയ താല്പര്യമില്ല. ഈ സൂട്ടിയുടെ കളിപ്പാട്ട് ഒതുക്കി തരാവേ, അതൊന്നും വാക്വം ചെയ്യണം. ലോ ബാറ്ററി. ഓക്കെ, അതിൻ്റെ അത് ഇല്ലാത്തല്ല, എല്ലാ കളിപ്പാട്ടുണ്ട്. മിക്കി മൗസ്, ഡൈനോസർ, പട്ടിക്കുട്ടി, മറ്റേ സാധനത്തിന്റെ പേര് അതെന്തോന്നറിയോ, ചില അവസരങ്ങളിൽ ഞാൻ എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഇസൂട്ടി ഈ കളിപ്പാട്ടങ്ങളിൽ ഒന്നും അടങ്ങൂല. അപ്പൊ അവൾക്ക് പുതിയ കാണുന്ന വെറൈറ്റി എന്തെങ്കിലും കൊടുക്കണം, എന്നാലേ അവളെ എൻഗേജ് ആക്കി ഇരുത്താൻ പറ്റൂ. അപ്പൊ ഞാൻ കൊടുത്തതാണ് അത് ആരും പേടിക്കണ്ട. അത് ഫുള്ളി മറ്റേ സീൽ ചെയ്യൂലേ പ്ലാസ്റ്റിക് കവർ വെച്ച്, അങ്ങനെ പൊട്ടിക്കാത്ത പാക്കറ്റാണ്. അപ്പൊ അവൾക്ക് തുറന്ന് പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. അവളുടെ മേത്ത് തന്നെ തേക്കുന്ന വെളിച്ചെണ്ണയുടെ കുപ്പിയാണ് അത്, വെർജിൻ കോക്കനട്ട് ഓയിൽ. പിന്നെ അതേ ഇത് കണ്ട പൊടി 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 ഉണ്ടാ പൊടി, ഇതിൽ കാണില്ലേ? ഉണ്ടല്ലോ. അതേണ്ട തറ ഫുള്ള് ഇത് ഞാനിപ്പം സ്ലാബ് തുടച്ചിട്ട് ഞാൻ താഴോട്ട് തന്നെ ഇട്ടു. കാര്യം എന്തായാലും വാക്വം ചെയ്യാൻ പോവാ. അപ്പോൾ തുടക്കുകയും വേണം. ചൂടുവെള്ളം വെച്ച് തുടക്കണോ? ഞാൻ മറ്റേ ചൂടുവെള്ളം ഞാൻ ഇവിടുത്തെ പ്രൊഫഷണൽ ക്ലീനേഴ്സ് ഇല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ വൈൻഡ് ഇത് മറ്റേ ലാമിനേറ്റഡ് ഫ്ലോർ അല്ലേ, മറ്റേ ഹാർഡ്വുഡ്. ഇതിനകത്ത് ഒത്തിരി വെള്ളം ഇറങ്ങാനും പാടില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്യുമ്പോൾ ചൂടുവെള്ളം ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്കറിയില്ല, മറ്റേ പാടുകളുണ്ട്. അതായത് ഞങ്ങൾക്ക് തന്നെ വെട്ടടിക്കുമ്പോഴേ കാണുന്നത്. അപ്പൊ അത് ശരിക്കും നമുക്ക് പക്ക ക്ലീൻ ആയിട്ട് കിട്ടണമെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഈ ലിക്വിഡ് ഇത് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പക്ക ക്ലീൻ ആവും. ഞാൻ അങ്ങനെ ചെയ്യാറ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ തറ തുടക്കാറില്ല, സംസാരിക്കാറില്ല, ഞാൻ തറ തുടക്കാറില്ല. പിന്നെ ഇതുണ്ടോ പാത്രം കഴുകാണ്ട്. ഇത് സംഭവം ഒന്നും ഇല്ല, ഞാൻ എല്ലാം ഓൾറെഡി ഒന്ന് എല്ലാം ഇത് കളഞ്ഞ് വെച്ചേക്കാണ്. ഇതിനി നമ്മൾ ഡിഷ് വാഷറിലോട്ട് വെച്ചാൽ മതി. ഡിഷ് വാഷർ ഇതിൽ ഓൾറെഡി കുറച്ച് പാത്രം ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട്, ഇന്നിപ്പോൾ സൺഡേ അപ്പോൾ ഏത് ടൈം വേണേലും നമുക്ക് കഴുകാം. വെള്ളത്തിൻ്റെ ചാർജ് വീക്കെൻഡ്സിൽ കുറവായിരിക്കും. അപ്പോൾ പാത്രം കഴുകാണ്ട്. പിന്നെ ഇത് കണ്ട സ്റ്റൗവിൽ കണ്ട ഇതന്നെ ഒരു സാധനം. പണിയാളിയല്ല, പോരാളി, പണിയാളിയാ. ഇതാണ് നമ്മളെ ഈ സാധനം കണ്ടോ, ഇത് നമുക്ക് ഈ വീട്ടിൽ സെൻട്രലൈസ്ഡ് മറ്റേ സാധനമുണ്ട്. ഇത് കാനഡയിലെ മിക്ക വീടുകളുണ്ട് സെൻട്രലൈസ്ഡ് വാക്വം ക്ലീനർ. അപ്പൊ ഇവിടെ ഉണ്ട്, നമ്മുടെ മുകളിലത്തെ ഫ്ലോറിലുണ്ട്, താഴത്തെ ഫ്ലോറിലുണ്ട്, ബേസ്മെന്റിലുണ്ട്. ഈ ഒരു ഒറ്റ ഇതിന് നീളം വെച്ച് നമുക്ക് ഈ ഒരു ഫ്ലോർ ഫുള്ള് കിട്ടും. വാഷ്റൂം ഉൾപ്പെടെ ഇവിടെ അവിടെ എല്ലാം കിട്ടും. അല്ല ഞാനുണ്ടല്ലോ ഇവിടുന്ന് വാഷ്റൂം എടുക്കുന്ന കണ്ടിട്ടുണ്ട്, നമ്മൾ ഡൂബിനെ വെട്ടുമ്പോൾ ചെയ്യാറില്ല. ഒരു ലെവൽ ഫുൾ ചെയ്യാം. ഈ സ്റ്റെപ്പ് നമുക്ക് ഇവിടെ നിന്ന് കുത്തിയിട്ട് അവിടെ വരെ ക്ലീൻ ചെയ്യാം. അവിടെ കണക്ട് ചെയ്താൽ ആ മേളത്തെ റൂമും ഫുള്ള് വാഷ്റൂം എല്ലാം കിട്ടും. അതുപോലെ തന്നെ താഴത്തെ ഫ്ലോർ തന്നെ ബേസ്മെന്റിന്റെ രണ്ട് കിട്ടും. ഈ ഇവിടുത്തെ സ്റ്റെപ്പ് വരെ കിട്ടും. ഇത് ഇവിടെ കളിയാ. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ വേറെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗരാജില് ഇതിന്റെ ഔട്ട് ഉണ്ട്, അവിടെ കണക്ട് ചെയ്തിട്ട് കാറിന്റെ അതൊക്കെ പക്കയായിട്ട് ക്ലീൻ ചെയ്ത്. അപ്പൊ ഇതിന്റെ ഇതെല്ലാം എങ്ങോട്ടാ പോകുന്ന വേസ്റ്റ്? നമുക്ക് ലാസ്റ്റ് കാണിച്ചു കൊടുക്കാം. വലിയ ഡെപ്പയുണ്ട് ഇതിന്റെ, അതിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ അതാണ് മെയിൻ മെഷീൻ, അതാണ് സക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഫിൽറ്ററിന്റെ അടുത്ത് വന്ന് കിടക്കും, അതെടുത്ത് കളഞ്ഞാൽ കുറെ ആകുമ്പോൾ എടുത്ത് കളഞ്ഞാൽ അങ്ങനെയാണ് പരിപാടി. അപ്പൊ നമുക്ക് വേറെ വാക്വം അതിന്റെ ബ്രഷ് പലതില്ലേ, പല പല സാധനം വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നാട്ടിലും എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടോ? ഇവിടെ ഈ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വുഡിന്റെ ഏതാണ്ട് കുറച്ചുകൂടെ എളുപ്പമാകും മറ്റേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്, കണക്ഷൻ കൊടുക്കാൻ വേണ്ടിട്ട്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ അല്ലേ? ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അടിയാ. ഇത് മറ്റേ കോൺക്രീറ്റ് ഒന്നും അല്ല. ഇതുണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. നല്ല പവറൊക്കെ കാണാം. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ അല്ലേ? ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് വാക്വം ചെയ്ത് കഴിഞ്ഞിട്ട് തറയും തുടയ്ക്കണം. ഇത്രയാണ് ഇന്നത്തെ പരിപാടി. അപ്പം മോനും അത് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് റൂമിലെ ബെഡ്ഷീറ്റും പിന്നെ ടേബിളും ഡൈനിങ് ടേബിളും ഇതും എല്ലാം വൃത്തിയാക്കും. ഇവിടെ ആട്ടോ നമ്മൾ മറ്റേ വാക്വം ക്ലീനർ വെക്കുന്ന സ്ഥലം. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് വാക്വം ചെയ്ത് കഴിഞ്ഞിട്ട് തറയും തുടയ്ക്കണം. ഇത്രയാണ് ഇന്നത്തെ പരിപാടി. തോന്നുമ്പോ എവിടെയെങ്കിലും പൊടി ഉണ്ടാകും, ചാർജ് തീർന്നു. അപ്പൊ തോന്നുമ്പോ എവിടെയെങ്കിലും പൊടി ഉണ്ടായത് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഇങ്ങനെ അത് ചെയ്താൽ മതി. പിന്നെ ഇതിങ്ങനെ അത് കാണിച്ചാൽ പോലും അത് ഊരി എടുക്കാൻ പറ്റും. ഇത് ഊരി എടുത്താലും ഇത് ഊരി എടുത്താലും നമുക്ക് കൈ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒടിച്ച് കട്ടിലിന്റെ അടിയിൽ അതേ പോയി.
നമുക്ക് ഇത് ഒടിച്ച് കട്ടിലിൻ്റെ അടിയിൽ വരെ കയറ്റാൻ പറ്റും. അതൊന്ന് കാണിച്ചാൽ മോനു കട്ടിലിൻ്റെ അടിയിൽ കയറ്റുന്നത്. ഇങ്ങനെ നിവർത്തി നേരെ ആക്കൂലേ നമ്മള്? ആ അങ്ങനെ ആക്കുന്ന അത് മടക്കി വെക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ സാധനം അങ്ങനെ ആക്കിയിട്ട് നമുക്ക് നേരെ വരെ അത് ഇത് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ ഇത് വരൂലായിരുന്നു മോനിന്. ഇത് എടുക്കേണ്ട ആവശ്യം വരില്ല, ഞാൻ അത് ചെയ്യുന്നോണ്ട്. തോന്നുമ്പോ എവിടെയെങ്കിലും പൊടി കണ്ടാ ചാർജ് തീർന്നു. എന്നാ ഞാനേ ഈ ടോയ്സ് മാറ്റി തരട്ടെ മോനു. എടുക്കാൻ നോക്കുക ഒരാൾ കൈയിട്ടിട്ട്. മോനോട് കുറ്റിട്ടിട്ട് പോയില്ലേ? ഇവളിപ്പോ ചെയ്യുന്ന പരിപാടി എന്താ പറയാ, ഇതിൽ എണീറ്റ് നിൽക്കും, എന്നിട്ട് ചില സമയത്ത് ഈ ഹോളിന്റെ അകത്ത് കാലിട്ടിട്ട് എണീറ്റിരിക്കും. ഇപ്പൊ എന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്താ പറയാ, ഇതോ ആ സാധനം കണ്ടോ, കാണുമോ? എവിടെ എനിക്ക് വന്നില്ലല്ലോ ഇതിൽ. ആ വലിയ ഈ പച്ചപ്പാവയുടെ പുറകിരിക്കുന്ന ആ സാധനം, ആ ഡ്രം പോലത്തെ, അതിങ്ങനെ ഇച്ചിരി ബലമുള്ളതാണ്. അതിങ്ങനെ ഇങ്ങനെ ഡ്രം പോലത്തെ ഇങ്ങനെ അടിച്ച് കളിക്കുന്നതാണ്. അത് ഇവിടെ അറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് ചവിട്ടി നിൽക്കും. ഇട്ടോട്ടെ ഇട്ടോട്ടെ. മോനെയോ ഇതേ രാത്രി കൊണ്ട് എടുക്കാൻ നോക്കുക ഒരാൾ കൈയിട്ടിട്ട്. മോനോട് കുറ്റിട്ടിട്ട് പോയില്ലേ? ഉള്ളില് പോയിട്ട് പിടിച്ചോളൂ. സോഫേന്റെ ഉള്ളിലൊക്കെ അത് വെച്ചിട്ട് പിടിക്കാം. അവളെ ഒച്ച ഉണ്ടാക്കുക, അത് ഒച്ച ഉണ്ടാക്കുന്നതൊക്കെ വാക്കം ചെയ്ത് കഴിഞ്ഞാ മോനെ? ഒരുവിധം വാക്കം ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം. എന്നാ പിന്നെ ഇനിയിപ്പം ഞാനേ ആ പാത്രം ഡിഷ് വാഷറിൽ വെക്കാം. ഓക്കേ. അപ്പം ഞാനിവിടെ ചെറുതായിട്ട് മോന് തറ അടിച്ച് വരുന്ന ടൈമിൽ ഞാനിവിടെ ചെറുതായിട്ട് വൃത്തിയാക്കിയതേ പാത്രം എല്ലാം നമ്മൾ ഒഴിച്ചു, ഇവിടെ വൃത്തിയാക്കി. ഇതെന്താ ഡിഷ് വാഷറിൻ്റെ അകത്താക്കിയില്ല. മേലത്തെ തട്ട് ഫുള്ള് പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം വെച്ചു. താഴെ പ്ലാസ്റ്റിക് വെക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടുണ്ട്. പിന്നെ താഴെ ഇത്രയും പാത്രങ്ങൾ വെച്ചു. ഇതൊക്കെ നമ്മൾ തവിയും സ്പൂണും ഒക്കെ വെക്കുന്ന സാധനമാണ് ഇത്. ഇവിടെ ഇതെല്ലാം വെച്ചു, പ്ലേറ്റ്സ് എല്ലാം വെച്ചു. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് വാട്ടർ ചാർജ് ഏത് ടൈമും കുറവായതുകൊണ്ട് എപ്പോൾ വേണേലും കഴുകായിടാം. സാധാരണ ഞങ്ങൾ രാത്രി ഇടാറ്, ഇട ദിവസമാണ് കഴുകായിടുന്നതെങ്കിൽ. അപ്പോൾ എന്നിട്ട് അപ്പം ഞാനിവിടെ ചെറുതായിട്ട് മോന് തറ അടിച്ച് വരുന്ന ടൈമിൽ ഞാനിവിടെ ചെറുതായിട്ട് വൃത്തിയാക്കിയതേ പാത്രം എല്ലാം നമ്മൾ ഒഴിച്ചു. ഇവിടെ ഇത് ഈ സാധനം ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ
എടുത്തിട്ട് ഇത് അടയ്ക്കുക. ഇതാണ് ആ സാധനം, ഡിഷ് വാഷിങ് ചെയ്യുന്ന സാധനം വരും ഇത്. ഈ സാധനം യെസ്, വേറെ ഒന്നുമില്ല വെള്ളം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഞെക്കി ഈ ക്ലോസ്ഡ് 30 minutes ആണ്. ക്ലോസ്ഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താ അപ്പോൾ അങ്ങ് അടച്ചു കൊടുത്താൽ മതി, അപ്പോൾ തനിയെ കഴിക്കോളും. ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ സ്റ്റൗ തുടച്ചു, സ്റ്റൗ ഫുള്ള് ക്ലീൻ ചെയ്തു. സ്റ്റൗ ശരിക്കും ക്ലീൻ ചെയ്യുന്നത് ഈ സാധനം വെച്ചിട്ടാണ്. ഇതുണ്ടോ, ലൈസോൾ ഡിസിൻഫെക്റ്റിംഗ് വൈപ്സ്. നല്ല മണം ഉണ്ടാവും, പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും. ഒറ്റ ഒരു ഇതിൽ അത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് സ്റ്റൗ ക്ലീൻ ചെയ്യാറ്. സ്റ്റൗവും ഈ സ്ലാബും യെസ്, വേറെ ഒന്നുമില്ല വെള്ളം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഞെക്കി ഈ സൂട്ടി ഉറങ്ങി ബെഡ്റൂം. അതെ, ഞാനിവിടെ ഷീറ്റെല്ലാം പിടിച്ച് സെറ്റാക്കി. അതല്ല, ഇതിൽ നിന്ന് പുറത്തിറങ്ങി കോഴിക്കുഞ്ഞ് അവിടെ പിടിച്ച് പൊടിയൊക്കെ ഇതിലുണ്ട്. ആ പൊടിയല്ല ഇതിൽ വാക്കം ചെയ്യാം. പിന്നെ കുറെ അവിടെ തട്ടിയിട്ടല്ലേ ഇപ്പൊ ഗ്ലൗസിൽ മണമില്ല. ഇത് ചൂടുവെള്ളം ഇത് നിറച്ചു. ഇത് ഇങ്ങനെ തുടയ്ക്കണം. പെട്ടെന്ന് പരിപാടിയായി. വേറൊന്നുമില്ലല്ലോ ഇനി. ഇനി നമുക്ക് കുറച്ച് ഗാർഡനിങ് പരിപാടി ഉണ്ട്. അത് നമുക്ക് വേറെ വീഡിയോ കാണിക്കും. അല്ലെങ്കിൽ ഭയങ്കര ലെങ്തായി പോകും. ഞങ്ങൾക്ക് കുറച്ച് പുറത്ത് ഔട്ട്ഡോർ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. ബാക്ക് യാർഡും ഫ്രണ്ടും എല്ലാം ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം വീടിൻ്റെ ഉള്ളിൽ ഇത്രയേ ഉള്ളൂ പരിപാടി, ഇന്നത്തെ പരിപാടി. അതിപ്പോൾ നമ്മൾ വീക്കെൻഡ് ആണെങ്കിൽ പെട്ടെന്നായിരിക്കും പ്ലാൻ. എന്തായാലും ഇന്നിപ്പോൾ ഇങ്ങനെയല്ലേ പരിപാടി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഇങ്ങനെയാണ്, ക്ലീനിങ് ഡേ ആണെന്ന് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തത് അല്ലേ. ചിക്കൻ മേടിച്ച് കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ബാക്കിൽ ബാർബിക്യൂ അടിക്കാനുള്ള പരിപാടിയാണ്. യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓള് ഞെക്കണം കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോൻ്റെ ഇതെല്ലാം ഒരു നോട്ടിഫിക്കേഷൻ. ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇടാത്തതുകൊണ്ട് വല്ലപ്പോഴും വീഡിയോ വരുന്നത്, അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ആരും കാണൂല. അതുകൊണ്ട് അത് ഞെക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.